ഹായ് ഹലോ എവ്രിവൺ, ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അനുമ മിസ് ആണ്. അപ്പൊ എന്റെ കുട്ടികൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ടീച്ചർ എപ്പോഴും പറയുന്നുണ്ട് അല്ലെ, നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എന്നുള്ളത്. അപ്പൊ സുഖമില്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? അസുഖമാണ് അല്ലെ. സുഖമില്ല, അസുഖമാണെന്ന് പറയും. അപ്പൊ ഇന്ന് ടീച്ചർ എന്താ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖങ്ങളെ കുറിച്ചാണ്. ഓക്കെ മക്കളെ, അപ്പൊ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറെ എങ്ങോട്ടേക്കാ പോവാ? നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോവാ അല്ലെ. അപ്പൊ ഡോക്ടർ നമ്മളെ ചികിത്സിച്ച് നമുക്ക് വേണ്ട മരുന്നുകളൊക്കെ തരും. അപ്പൊ നമ്മുടെ ചുറ്റുപാട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഒരുപാട് തരത്തിലുള്ള രോഗങ്ങൾ ഇവിടെയുണ്ട്. നമുക്ക് രോഗങ്ങൾ എങ്ങനെയൊക്കെ തരംതിരിക്കാം? നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ, ജീവികളിൽ നിന്ന് പകരുന്ന രോഗങ്ങളുണ്ട്, അതേപോലെ തന്നെ ജീവിത ശൈലികൾ കൊണ്ടുണ്ടാവുന്ന രോഗങ്ങളുണ്ട്. ഇനി ഇതൊന്നുമല്ല, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, എന്നാലും അല്ലെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ മനസ്സിലാവുന്നൊന്നുമില്ല, എന്നാലും രോഗങ്ങൾ വരുന്ന രീതിയിലുള്ളതുണ്ട്. അതുപോലെ തന്നെ സൂക്ഷ്മജീവികൾ വരുന്നത് പോലെ അല്ലെ, സൂക്ഷ്മജീവികൾ കാരണം ഉണ്ടാവുന്ന രോഗങ്ങളുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്. അപ്പൊ രോഗങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മളുടെ ചാപ്റ്റർ ആയിട്ടുള്ള വ്യാധികൾ പടരാതിരിക്കാൻ എവേ ഫ്രം ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അതായത് അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കാൻ. അപ്പൊ അസുഖങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെ, നമുക്ക് എത്ര തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കേണ്ടേ? ഒരുപാട് തരത്തിലുള്ളതുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ ആണ് കമ്മ്യൂണിക്കബിൾ ഡിസീസും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസും. എന്താ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പകരുന്ന രോഗങ്ങൾ. നോൺ കമ്മ്യൂണിക്കബിൾ എന്ന് പറഞ്ഞാലോ പകരാത്ത രോഗങ്ങൾ. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ പറഞ്ഞു കമ്മ്യൂണിക്കബിൾ ഡിസീസസും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസും. അപ്പൊ ഒരു രോഗമുള്ള വ്യക്തിയിൽ നിന്ന് ആ രോഗിയുമായിട്ട് ഇടപഴകുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യും? ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പകരും. ഇപ്പൊ ഡെങ്കിപ്പനി, ജോണ്ടിസ്, ചിക്കൻ ബോക്സ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം പ്ലേഗ്. ചിക്കൻ ബോക്സ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അസുഖമായിരുന്നു വസൂരി എന്ന് പറയുന്നത്, സ്മോൾ പോക്സ് എന്ന് പറയും. ഇപ്പൊ ആ അസുഖം അങ്ങനെ ഇല്ല. എന്നാൽ ആ അസുഖങ്ങളൊക്കെ എന്താണ്? പകരുന്ന അസുഖങ്ങളാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ആളുടെ അടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാളുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോഴാണ് ഈ രോഗങ്ങൾ ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് കൊറോണയൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ കൊറോണയ്ക്ക് എന്തായിരുന്നു പ്രശ്നം? നിപ്പയുടെ ഒക്കെ പ്രശ്നം എന്തായിരുന്നു? അത് വന്ന ആളുടെ അടുത്ത് പോകുമ്പോഴാണ് അത് പകരുന്നത്. അതുകൊണ്ടായിരുന്നു നമ്മളോട് ആ സമയത്ത് എല്ലാവരും ക്വാറന്റൈനിൽ വേണം എന്ന് പറഞ്ഞിരുന്നത് അല്ലെ. കാരണം എന്താ? രോഗിയുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് പാടില്ല. ഇനി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് നിങ്ങൾ നോക്കിയേ. അതായത് ഈ അസുഖങ്ങൾ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ജീവിതശൈലി കൊണ്ടുണ്ടാവുന്നതായിരിക്കാം. അപ്പൊ ജീവിതശൈലികൾ കൊണ്ടുള്ള രോഗമാണെങ്കിൽ അത് ഒരാളുടെ ജീവിതശൈലി കൊണ്ട് അയാൾക്ക് ഉണ്ടാവുന്ന രോഗം. അത് എന്ത് ചെയ്യില്ല, വേറൊരാൾക്ക് പകരില്ല. അപ്പൊ ക്യാൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ട്. ജെനറ്റിക്സ്, അതായത് ഇപ്പൊ പാരമ്പര്യമായിട്ടൊക്കെ ചില ആളുകൾക്ക് ക്യാൻസർ വരുന്നുണ്ട്. പക്ഷെ അത് എന്ത് ചെയ്യുന്നില്ല, പകരല്ല ചെയ്യുന്നത് അല്ലെ. അതെന്താണ്? ഒരാളിൽ വരുന്നു, അതങ്ങനെ അങ്ങോട്ട് വരുന്നത് പോലെയാണ് പറയുന്നത്. അതായത് ക്യാൻസർ ഉള്ള ഒരാളെടുത്ത് നിങ്ങൾ പോയി എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, ക്യാൻസർ വരത്തില്ല. ഡയബറ്റീസ്, പ്രമേയം അല്ലെ, കൊളസ്ട്രോള്, ഷുഗർ, ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ എന്താണ്? അയാളുടെ ഭക്ഷണം കൊണ്ടും അതേപോലെ അയാൾ വ്യായാമം ചെയ്യാത്തോണ്ടും ഒക്കെ ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. അത് എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ പകരുന്നില്ല. പിന്നെ തലവേദന, നടുവേദന, ഇതൊക്കെ അങ്ങനെ പകരുമോ? ഇല്ല അല്ലെ. ഈ പല്ലുവേദന അങ്ങനത്തെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, പകരുന്നില്ല. കാരണം എന്താ? അത് ഒരാളില് വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടാവുന്നതാണ്. ഹൃദ്രോഗങ്ങള് ഇതൊന്നും എന്ത് ചെയ്യില്ല, പകരുന്നതല്ല. അപ്പൊ പകരുന്ന രോഗങ്ങളാണോ പകരാത്ത രോഗങ്ങളാണോ മഹാമാരികളായിട്ട് മാറുന്നത്? ഉറപ്പായിട്ടും നിങ്ങൾക്കറിയാം അല്ലെ, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയിരിക്കും. കാരണം എന്താ? ഒരാളിൽ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ അടുത്ത ആളിലേക്ക് ഇങ്ങനെ പകർന്നു കഴിഞ്ഞാൽ നാട് മുഴുവൻ അതങ്ങ് വ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നാടെന്ന് പറയുമ്പോൾ ആ ഒരു ചെറിയ ഏരിയ അല്ല കേട്ടോ, ഭൂഖണ്ഡങ്ങൾ തോറും ആ രോഗങ്ങൾ ഇങ്ങനെ വ്യാപിച്ചു. ഇപ്പൊ കൊറോണ ചൈനയിലല്ലായിരുന്നോ വന്നത്? ചൈനയിൽ വന്നതിന് ശേഷം ഇതാ ഇന്ത്യയിലെത്തി. ഇന്ത്യ മാത്രമാണോ? അല്ല, അമേരിക്കയിലെത്തി, അതേപോലെ തന്നെ ഓസ്ട്രേലിയയിലെത്തി, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തി അല്ലെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകൾ മരണപ്പെടുകയും ചെയ്യുമ്പോഴാണ് അതിനെ മഹാമാരി എന്ന് പറയാം. COVID-19 അതെന്താണ്? ഒരു പാൻഡമിക് ആണ്. നമ്മൾ മഹാമാരി ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് പാൻഡമിക് എന്ന് പറയുന്നത് അല്ലെ. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ദോസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ എന്ന് പറഞ്ഞ പോലെ തന്നെ ആ പകർന്ന് ഒരു ഭൂഖണ്ഡം മുഴുവൻ പകർന്ന് വേറെ ഭൂഖണ്ഡങ്ങളിലേക്ക് പോയി ഒരുപാട് ആളുകളുടെ മരണത്തിനിടയാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്? മഹാമാരിയാണ്. ക്ഷയം, COVID-19, വസൂരി, ഇതൊക്കെ എന്താണ്? മഹാമാരികളായിരുന്നു എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അപ്പൊ രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ളതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ എവേ ഫ്രം ഡിസീസ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കുക. അപ്പൊ ലൈവ് ഉണ്ടാകുമ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് കാണണം. അപ്പൊ അടിപൊളിയായിട്ട് സൈലത്തിനോടൊപ്പം പഠിക്കാം. ബൈ.